ജലജന്യ രോഗങ്ങൾ വ്യാപന സാധ്യതാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ടൂൾ ഡെവലപ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. കായംകുളം BRCയും കുസാറ്റും സംയുക്തമായി നടത്തുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. കായംകുളം BRCയും കുസാറ്റും സംയുക്തമായി നടത്തുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ടൂൾ ഡെവലപ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചത്. ജലജന്യ രോഗങ്ങൾ വ്യാപന സാധ്യതാ പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ്. കട്ടച്ചിറ JFKM VHSSലെ ഹൈസ്കൂൾ വിഭാഗം ബയോളജി അധ്യാപകനായ അനന്തുവിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. ഓൺലൈൻ സെക്ഷനായിട്ട് നടന്ന ഒരു ടൂൾ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ടൂൾ തയ്യാറാക്കേണ്ടതെന്നും ടൂൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ടൂളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ടൂൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ 4-ാം തീയതി നടത്തിയ ഓൺലൈൻ സെക്ഷനിലൂടെ കുട്ടികളുമായിട്ട് സംവദിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ക്വസ്റ്റ്യനെയറുകളെ സർവേ ക്വസ്റ്റ്യൻസുകളായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവരെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് അതിനെ സെക്ഷൻ തിരിച്ച് ക്വസ്റ്റ്യൻ ഓരോ ഗ്രൂപ്പിനും അവരവരുടെ തനത് ശൈലിയിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിനും സഹായിക്കാനായി. ആ ക്വസ്റ്റ്യനുകളെ ഇനി കുട്ടികൾ റിയൽ ലൈഫിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ആൾക്കാരോട് സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്യുകയും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കായംകുളം BPC ബിന്ദുമോൾ, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ V അനിൽ ബോസ്, പൂർണിമ G പ്രഭു, ശാന്തി KR, സ്ട്രീം എക്സ്പെർട്ട് ഹർഷാഞ്ജലി, വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ ക്ലാസിന്റെ ഭാഗമായി. പ്രൊജക്ടിന്റെ ഭാഗമായി 8 സ്കൂളുകളിലെ 48 കുട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് ക്ലാസുകൾ നടന്നത്. വാട്ടർ ക്വാളിറ്റി അനാലിസിസിനെ പറ്റി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന പതിപ്പുകൾ കുട്ടികൾ ഗ്രൂപ്പായി പ്രസന്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ സ്ട്രീം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജലജന്യ രോഗങ്ങളും അതിൻ്റെ വ്യാപന സാധ്യതയും അതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കുട്ടികൾക്കായിട്ട് പലതരത്തിലുള്ള ക്ലാസ്, അവർ വാട്ടർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിൻ്റെ മറ്റു ഘടകങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ നടത്തിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ജോൺ ഓഫ് കെന്നഡിയിലെ അനന്തു സാറ് ബയോളജി അധ്യാപകനാണ്. അദ്ദേഹം കുട്ടികൾക്ക് നേരത്തെ ഓൺലൈനായിട്ട് ഒരു ക്വസ്റ്റ്യനെയർ എങ്ങനെയാണ് സർവേക്ക് വേണ്ട തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിന് പ്രകാരം കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള ഒരു സർവേ ടൂള് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ഈ ഹബ്ബിൽ വന്നിരിക്കുകയാണ്. സാർ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് അനലൈസ് ചെയ്തതിന് ശേഷം ക്രോഡീകരിച്ച് സർവേ ടൂളാക്കി കൊടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.